വെൽക്കം ടു PSC Q&A. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്താലോ? അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഇത് ആരുടെ പ്രസ്താവനയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി, വില്യം ബെന്റിക് പ്രഭുവാണ് ഇങ്ങനെ പറഞ്ഞത്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വില്യം ബെന്റിക് പ്രഭുവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. 2. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. 3. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രം ശരി. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. ഓപ്ഷൻ ഡി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ദാദാഭായ് നവറോജി അദ്ദേഹത്തിൻ്റെ ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി, അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനമാണ് സയ്യദ് അഹമ്മദ് ഖാന്റെ അലിഗഡ് പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി പ്രവർത്തിച്ച സംഘടന. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 3ഉം 4ഉം. മിറാത്തുൽ അക്ബറും സമ്പാദ് കൗമുദിയുമാണ് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. ആറാമത്തെ ക്വസ്റ്റ്യൻ, രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ എ, ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷനാണത്. 1812 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം എന്നായിരുന്നു ക്വസ്റ്റ്യൻ വേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഉത്തരം 1, 2, 3 ശരി. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതായിരുന്നു കുറിച്യ കലാപത്തിന്റെ കാരണം. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ സി, പാലക്കാട്. പാലക്കാടാണ് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഓപ്ഷൻ എ. 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് ഏഴിമല. മൂഷകവംശം ഏഴിമലയിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. അത് 2024 ആണെങ്കിൽ ദിവ്യ ദേശ്മുഖാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. ഓപ്ഷൻ എ, ഇറ്റലി. ഇറ്റലിയിലാണ് 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. ഓപ്ഷൻ എ, സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും എടുത്ത് മാറ്റപ്പെട്ടത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 24 ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 24. ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. താങ്ക് യു.